ഏറ്റവും നല്ല കാര്യമാണ് ഒന്ന് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല, നല്ലതുപോലെ പോകുന്നു എന്നുള്ളത്. ഒരു കുടുംബിനി അല്ലെങ്കിൽ ഒരു കുടുംബസ്ഥയെ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണത്. സഹോദര ബന്ധങ്ങൾ എപ്പോഴും നമുക്കറിയാം വിള്ളലുകളുണ്ടാവും, ഒന്നിച്ചു ചേരും. അപ്പോൾ വിള്ളലുകളുണ്ടാവുമ്പോൾ കൂടുതൽ മറ്റുള്ളവരുടെ ഇടപെടലുകൾ അതിലേക്ക് അംഗീകരിക്കാതെയും അനുവദിക്കാതെയും ഇരിക്കാൻ നോക്കുക. അപ്പം ഈ വിള്ളലുകളുടെ വ്യാപ്തി ഭയങ്കരമായിട്ട് കൂടും. അതുകൊണ്ട് സഹോദരങ്ങളാണ് ഒരു അമ്മയുടെയും അച്ഛൻ്റെയും മക്കളായിട്ട് ജനിച്ചവരാണ്. സ്വാഭാവികമായിട്ട് രണ്ട് ക്യാരക്ടറൊക്കെ ഉണ്ടെങ്കിലും ആ പിടിവാശി എന്ന് പറയുന്ന കാര്യം രണ്ടുപേർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരാൾ അതിൽ കുറച്ചൊന്ന് താഴ്ന്നു കൊടുത്തിട്ട് ആ ബന്ധം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ തന്നെ നോക്കുക. പിന്നെ ശത്രുക്കളുണ്ട് എന്നുള്ളത്, ശത്രുക്കൾ ഒരാൾക്ക് ഇല്ല എന്ന് പറയുന്നതാണ് തെറ്റ്. കാരണം ശത്രുക്കളില്ലെങ്കിൽ നിങ്ങൾ നിർഗുണരാണെന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളെ കൊണ്ട് ഒരു ഗുണവുമില്ല എന്നുള്ളതാണ്. പ്രവർത്തിക്കുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, നല്ല ഡിസിഷൻസ് നിങ്ങൾ മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വർക്ക്ഹോളിക് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ശത്രുക്കളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശത്രുക്കളുണ്ട് എന്നുള്ളത് വലിയൊരു പാതകമായിട്ട് എടുക്കേണ്ട, ഇതൊരു പ്രൈഡായിട്ട് എടുക്കുക. പിന്നെ ബോധപൂർവം ആരെയും ശത്രു ആക്കാതിരിക്കുക. അതുകൊണ്ട് ശത്രുക്കളും മാറി മറിഞ്ഞൊക്കെ വരും. നമ്മൾ ശരിയായ പാതയിലാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് കാലം മാത്രമേ ആ ശത്രുത ഉണ്ടാവുകയുള്ളൂ. അത് മാറും.